ഈ സ്ത്രീ ഒരു കാസിനോയിൽ കയറി തന്റെ മുഴുവൻ സമ്പാദ്യം 17-ാം നമ്പറും നിക്ഷേപിക്കുന്നു. അവളുടെ ചുറ്റുമുള്ള സമ്പന്നരായ കളിക്കാർ അവളുടെ പന്തയം പകർത്താൻ തുടങ്ങുന്നു. അവൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നു. ഒരിക്കൽ വിജയിച്ചതിനുശേഷം എല്ലാം വീണ്ടും 17 ഇടാൻ അവൾ മടിക്കുന്നില്ല. സമ്പന്നരായ കാണികൾ അവളെ പരിഹസിക്കാൻ തുടങ്ങുന്നു. അവൾ അന്ധമായി പന്തയം വയ്ക്കുകയാണെന്നും ഉടൻ തന്നെ എല്ലാം നഷ്ടപ്പെടുമെന്നും അവർ പറയുന്നു. പക്ഷേ ജോർജിയ അതൊന്നും കാര്യമാക്കുന്നില്ല. അവൾ മരിക്കുകയാണ്. അതിനാൽ പണം അവൾക്കിനി പ്രശ്നമല്ല. എന്നിട്ടും വിധി അവളെ പൂർണ്ണമായും അനുകൂലിക്കുന്നതായി തോന്നുന്നു. അവൾ എങ്ങനെ പന്തയം വെച്ചാലും അവൾ വലിയ വിജയം നേടുന്നു. ആ വൈകുന്നേരം സംഗീത ഹാളിൽ ജോർജിയ സമ്മിശ്ര വികാരങ്ങളോടെ വൻതോതിലുള്ള പരിശോധനയിലേക്ക് നോക്കുന്നു. അവളുടെ സമയം ഏതാണ്ട് കഴിയുമ്പോൾ ഈ ഭാഗ്യം ലഭിക്കാൻ വേണ്ടി മാത്രം തന്റെ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്നതിനെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നു. ഇത് വളരെ അന്യായമായി തോന്നുന്നു. വൈകുന്നേരത്തെ വിരുന്നിനായി അവൾ അണിഞ്ഞൊരുങ്ങുന്നു. അപ്പോൾ അസൂയാലുവായ ധനികൻ ജോർജിയയെ പരസ്യമായി തുറന്നുകാട്ടുന്നു. ജോർജിയ ഒരു സാധാരണ ജോലിക്കാരി മാത്രമാണെന്നും ആ ചാരുതയെല്ലാം ഒരു പ്രവൃത്തി മാത്രമാണെന്നും അവൻ എല്ലാവരോടും പറയുന്നു. പെട്ടെന്നുള്ള ഈ വെളിപ്പെടുത്തലിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ജോർജിയ പൂർണ്ണമായും ശാന്തയായി തുടരുന്നു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് നിശബ്ദമായി എഴുന്നേറ്റു. മിസ്റ്റർ പ്രാഗൻ എന്നെക്കുറിച്ച് പറഞ്ഞത് ശരിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കടയിലെ വെറുമൊരു സെയിൽസ് അസോസിയേറ്റ് മാത്രമാണ്. ക്ഷമിക്കണം. എന്നെക്കുറിച്ച് ആർക്കും തെറ്റായ ധാരണ നൽകാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നത്. എന്റെ അവസാനത്തെ പണവും കളയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ മരിക്കാൻ പോകുന്നു. എനിക്ക് ഇനി 3 ആഴ്ച മാത്രമേ ജീവിക്കാനുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ എനിക്കും ഇതേ പ്രതികരണം തന്നെയായിരുന്നു. അതായത്, ഈ കാരണത്താലാണ് ഞാൻ അത് എന്നിൽ തന്നെ ഒതുക്കി നിർത്താൻ ശ്രമിച്ചത്. ഒന്നും മറച്ചുവെക്കാതെ അവൾ തന്റെ കഥ തുറന്നു പറയുന്നു. ഒരു സ്കീയിങ് മാഗസിൻ കവറിൽ അവൾ ഇടം നേടി. തന്റെ ആരാധനാപാത്രം ഉണ്ടാക്കിയ ഭക്ഷണം അവൾ രുചിച്ചു. അവൾ സ്കൈ ഡൈവിംഗിന് പോയി. അവൾ അവിശ്വസനീയമായ പ്രകൃതി ദൃശ്യങ്ങൾ കണ്ടു. മുമ്പ് ഒരിക്കലും പരീക്ഷിക്കാൻ ധൈര്യപ്പെടാത്തതെല്ലാം ഇപ്പോൾ പൂർത്തിയായി. അതിനാൽ അവൾക്ക് ഒരു ഖേദവുമില്ലെന്ന് അവൾ പറയുന്നു. അവളുടെ വാക്കുകൾ അവിടെയുള്ള എല്ലാവരെയും ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. ധനികൻ പൂർണ്ണമായും മുഖം മറയ്ക്കുന്നു. എല്ലാവരും അവനെ വിമർശിക്കുന്നു. അവന്റെ കാമുകൻ പോലും പോകുന്നു. അവൻ എത്രത്തോളം ദയനീയനാണെന്ന് ഒടുവിൽ അയാൾ മനസ്സിലാക്കുന്നു. എല്ലാം അവസാനിപ്പിക്കാൻ പദ്ധതിയിട്ട് അവൻ മേൽക്കൂരയിലേക്ക് കയറുന്നു. ഉയരങ്ങൾ അവളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും ജോർജിയ അവനെ പിന്തുടരുന്നു. അവൾ അവന്റെ അടുത്ത് ഇരിക്കുന്നു. അവന്റെ കൈകളിൽ നിന്ന് പുപ്പി പിടിച്ച് താഴേക്ക് എറിയുന്നു. നിലത്തു വീഴുന്നത് അങ്ങനെയാണെന്ന് അവൾ അവനോട് പറയുന്നു. എല്ലാവരും നിങ്ങളെ ചുറ്റിപ്പറ്റിയില്ലെന്ന് ജോർജിയ ക്ഷമയോടെ അവനോട് സംസാരിക്കുന്നു. നിങ്ങൾ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കേണ്ടതുണ്ട്. അടിസ്ഥാന സന്തോഷം പോലും ഇല്ലാതെ എന്റെ അവസാന നിമിഷങ്ങളെ അഭിമുഖീകരിക്കുന്ന എന്നെപ്പോലെ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് പണവും സമയവും അവസരങ്ങളുമുണ്ട്. ഇത് കേട്ടപ്പോൾ അവന്റെ ഇരുട്ട് അല്പം മാറാൻ തുടങ്ങി. അവൾക്ക് എന്തെങ്കിലും ഖേദമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. താൻ സ്നേഹിക്കുന്ന ആളോടൊപ്പം ശേഷിക്കുന്ന സമയം ചെലവഴിക്കാത്തതാണ് ഇപ്പോൾ അവളുടെ ഒരേയൊരു ഖേദമെന്ന് ജോർജിയ മൃദുവായി മറുപടി നൽകും. അവളുടെ കാമുകൻ ഷോൺ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു.